ഈശോമിശിഹായ എല്ലാവരുടെ സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, ഞങ്ങളൊക്കെ സെമിനാറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാടകത്തിൽ അഭിനയിക്കുമ്പോൾ ഏറ്റവും കഷ്ടപ്പാട് ഒരു സ്ത്രീ വേഷം ചെയ്യാനാണ്. എൻ്റെ നിർഭാഗ്യത്തിന് മിക്കപ്പോഴും സെമിനാറിൽ സ്ത്രീ വേഷം ചെയ്തിരുന്നത് ഞാനാണ്. അപ്പോൾ ഈ സ്ത്രീ വേഷം ചെയ്യുന്ന സമയത്ത് ഞങ്ങളോട് പഠിപ്പിക്കണ അച്ഛനോ അല്ലെങ്കിൽ നമ്മുടെ നാടകത്തിന്റെ ഡയറക്ടർ പറയും, എടാ നിഖില നീ വിട്, നീ ആ ക്യാരക്ടറിലേക്ക് കയറി വരാൻ പറയും. ഇപ്പൊ ഈ ഡീക്കനായിരുന്ന സമയത്ത് ഞാൻ ലാസ്റ്റ് ചെയ്ത ഒരു ക്യാരക്ടറാണ് എൻ്റെ സെമിനാരി ജീവിതത്തിലെ ലാസ്റ്റ് പെർഫോമൻസ്. ഏലിക്കുട്ടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു കോട്ടയംകാരി പെണ്ണാണ്. എനിക്കാണെങ്കിൽ ഇത് തീരെ വരുന്നില്ല. പക്ഷെ അച്ഛൻ പറഞ്ഞടാ, നീ അത് നന്നായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യും, മനസ്സിലിട്ട് നീ നിന്നെ ഇല്ലാണ്ടാക്ക്, അപ്പൊ നിന്റെ ഉള്ളിലേക്ക് ഏലിക്കുട്ടി കയറി വരും എന്ന് പറയണേ. ഞാനത് വർക്ക് ചെയ്തു. എന്തോ ഈശോയുടെ അനുഗ്രഹം കൊണ്ട് വളരെ നല്ലൊരു നാടകം ഞങ്ങൾക്ക് അവിടെ കാഴ്ചവെക്കാൻ പറ്റി. ഇന്ന് യോഹന്നാന്റെ സുവിശേഷത്തില് 3-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളിൽ ഇതുപോലൊരു ഇല്ലാണ്ടാക്കലിനെ കുറിച്ചാണ് പറയണത്. നമ്മൾ ഈ തിരുവചനം വായിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലേക്ക് കടന്നു വരുന്നത് അന്നും ഇന്നും നമ്മുടെ ഉള്ളില് പച്ചകടാതെ നിൽക്കുന്ന ഒരു വാക്യമാണ് 30-ാമത്തെ തിരുവചനം. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. സത്യം പറയാൻ ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാറുണ്ട്. ഈ എന്തിനാണ് ഞാൻ കുറയണേ? അവൻ വളരണമെങ്കിൽ ഞാൻ കുറയണോ? അവന് വളർന്നാ പോരെ. അവൻ അവിടെ വളരുന്നു, ഞാൻ എൻ്റെ വഴിക്ക് വളരുന്നു. പക്ഷെ അങ്ങനെയല്ല. ഈ വചനം കിടക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. യോഹന്നാൻ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ, ഈശോയുടെ ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുന്നവര് ആ ശിഷ്യത്വം സ്വീകരിച്ച് അവർ കാണുന്നവർക്കും ആ ശിഷ്യത്വത്തിലേക്ക് ഒരു സ്വീകരണം കൊടുക്കണേ, ഈശോയിലേക്ക് അടുക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ 1-ാമത്തെ 2-ാമത്തെ അധ്യായത്തിൽ ഓരോരുത്തരും ഈശോനെ കണ്ടവര് മറ്റുള്ളവർക്ക് ഈശോനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ശിഷ്യത്വത്തെ സ്വീകരിക്കലും ശിഷ്യത്വത്തെ പകർന്നു കൊടുക്കലും ഈ സുവിശേഷത്തിന്റെ പ്രത്യേകതയാണ്. ഈ 30-ാമത്തെ തിരുവചനം പറയണത് അതിനെക്കുറിച്ചാണ്. ഈശോയുടെ ശിഷ്യത്വം സ്വീകരിക്കണമെങ്കിൽ ഈ ഞാൻ ഇല്ലാണ്ടാകണം. നിഖിൽ എന്ന് പറയുന്ന വ്യക്തി ഇല്ലാണ്ടായാൽ മാത്രമേ എൻ്റെ ഉള്ളില് മറ്റൊരു ക്രിസ്തു ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും കാര്യം. ഞാൻ കുറയണമെങ്കിൽ ഈ ഞാൻ ഇങ്ങോട്ട് ഇല്ലാണ്ടാവണം, ഞാൻ മുറിയപ്പെടണം. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയേ. പലപ്പോഴും ഒരു ക്രിസ്തുവായി മാറാൻ കിട്ടിയ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവും നമുക്ക്. ചിലപ്പോൾ നമുക്കൊരു ചെറിയ അയ്യോ ഞാൻ അങ്ങനെ ചെയ്താ അത് മറ്റുള്ളവരെങ്ങനെ എടുക്കും, അങ്ങനെയുള്ള ഒരു ചെറിയ ചിന്തയൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവും. പക്ഷെ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന നിമിഷത്തിൽ നമ്മളൊന്ന് ഓർക്കുക, ഈശോയ്ക്ക് ഈ ഭൂമിയിൽ പ്രവർത്തിക്കാൻ എൻ്റെ ഈ കരങ്ങളുള്ളൂ. അനേകരിലേക്ക് നടന്നെടുക്കാൻ ഈശോയ്ക്ക് എൻ്റെ ഈ കാലുകളുള്ളൂ. അനേകരെ സ്നേഹിക്കാൻ ഈശോയ്ക്ക് എൻ്റെ ഈ ഹൃദയമുള്ളൂ. ഈശോ എല്ലാം ചെയ്യുന്നത് നമ്മിലൂടെയാണ് പ്രിയപ്പെട്ടവരെ. അതിനൊരു വൈദികനാകണം, ഒരു കന്യാസ്ത്രീ ആകണമെന്നില്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോ ക്രിസ്ത്യാനിക്കും ഓരോ കത്തോലിക്കനും മറ്റൊരു ക്രിസ്തുവായി മാറാൻ പറ്റും. കത്തോലിക്കർക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ഒരു ക്രിസ്തുവായി മാറാൻ പറ്റും. തന്റെ സഹോദരങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? അവർക്ക് ഈശോയുടെ സ്നേഹം പകർന്നു കൊടുക്കുന്നുണ്ടോ? നമ്മളവിടെ മറ്റൊരു ക്രിസ്തു ആയിക്കൊണ്ടിരിക്കണേ. മറ്റുള്ളവരിലേക്ക് ഞാൻ എന്നെ തന്നെ മറന്ന് കടന്നു ചെല്ലുമ്പോൾ ഞാൻ അവിടെ ഇല്ലാണ്ടാവുകയാണ്. പക്ഷെ അവന്റെ ജീവിതത്തിൽ എനിക്കുള്ള സ്ഥാനം ഒരു ക്രിസ്തുവിന്റെ സ്ഥാനമാണ്. ഒരിക്കലും സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മാസ്ധ്യാനത്തിന്റെ സമയത്ത് ഒരു സിസ്റ്റർ ഞങ്ങളോട് പങ്കുവച്ച ഒരു കഥ ഞാൻ ഓർക്കുവാണ്. ഒരപ്പച്ചൻ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ കിടക്കുവാണ്, റോട്ടിൽ ആരും നോക്കാനില്ല. അപ്പച്ചന്റെ മേത്ത് പുഴുവൊക്കെ അരിക്കുന്നു. ഒരു മനുഷ്യന് ഈ അപ്പച്ചനെ തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പൊ ഈ സിസ്റ്റർ മനസ്സിൽ വിചാരിക്കുകയാണ്, ദൈവമേ, ആ കിടക്കണത് എൻ്റെ ഈശോയാണെങ്കിൽ അവൻ എന്തോരം വേദനിക്കുന്നുണ്ടാവും അവിടെ കിടന്ന്, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഈ സിസ്റ്റർ ഓടിച്ചെന്ന് ഈ അപ്പച്ചനെ വാരിയെടുത്ത് അപ്പച്ചന്റെ മേത്തുനിന്ന് ആ വ്രണങ്ങളൊക്കെ വെള്ളമൊഴിച്ച് കഴുകി അപ്പച്ചനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണേ. പ്രിയപ്പെട്ടവരെ, ആ ഒരു കാഴ്ച കണ്ടു നിന്ന എല്ലാവർക്കും ആ സിസ്റ്ററിന്റെ സ്ഥാനം, ആ സിസ്റ്റർ മറ്റൊരു ക്രിസ്തുവാണ്, ആ അപ്പച്ചന് ആ സിസ്റ്റർ മറ്റൊരു ക്രിസ്തുവാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ
കൊച്ചു കൊച്ചു അവസരങ്ങൾ നമുക്ക് കിട്ടും മറ്റൊരു ക്രിസ്തുവായിട്ട് മാറാൻ. നമ്മള് മരിച്ച് സ്വർഗ കവാടത്തിന് മുമ്പിൽ എത്തി നിൽക്കുമ്പോ ചിലപ്പോ നമ്മളോട് ചോദിക്കും, നീ രണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് നമ്മളോട്. ദൈവത്തിനെ സ്നേഹിച്ചിട്ടുണ്ടോ? സഹോദരങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ? ഈ മത്തായിയുടെ സുവിശേഷത്തില് 25-ാമത്തെ അധ്യായത്തില് അവസാന വിധിയെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് നമ്മുടെ ജീവിതമാകുന്ന പരീക്ഷയ്ക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫൈനൽ എക്സാം എന്ന് തന്നെ പറയാവുന്ന ഒരു പരീക്ഷ നമ്മുടെ മരണമാണ്. ആ മരണത്തിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട് ഈശോ ഈ അവസാന വിധി എന്ന് പറയുന്ന ഭാഗത്തിൽ. അതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിനെ കുറിച്ചാണ്. വിശക്കുന്നവന് ഭക്ഷിക്കാൻ കൊടുക്കണം, ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുക്കണം, കാരാഗ്രഹത്തിൽ കിടക്കുന്നവരെ പോയി കാണണം, കാണാൻ പറ്റില്ലെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മൾ മറ്റൊരു ക്രിസ്തുവായി മാറണേ. ആ സ്വർഗരാജ്യത്തിന്റെ കവാടങ്ങൾ തുറന്ന് നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെ ഈശോ നമ്മളോട് ചെയ്യാൻ പറയണുള്ളൂ. ഒറ്റ കാര്യം ചെയ്താൽ മതി, എന്നെ തന്നെ മറക്കുക, മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുക, മറ്റുള്ളവർക്ക് ക്രിസ്തു ആവുക. ഈ ഞായറാഴ്ച നമ്മളെല്ലാവരും വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ആ ബലിവേദിയിൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം തമ്പുരാനോട്, എൻ്റെ തമ്പുരാനെ, നിന്നെ സ്വീകരിച്ചു പോകുന്ന ഞങ്ങളെല്ലാവരും നിന്നെ പോലെ മറ്റൊരു ക്രിസ്തു ആവാൻ നീ എന്താ ചെയ്തത്, നീ എന്താ പറഞ്ഞത്, അതുപോലെ ചെയ്യാൻ, ഇതെല്ലാം നിന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന പ്രാർത്ഥനയോടെ ഈ ഞായറാഴ്ച നമുക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കാം. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.